ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ലേബൃന്തിയിൽ വന്ന ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. നമുക്കത് നോക്കാം. ആക്ടിവിറ്റി 1. വാട്ട് ആർ ദ മെയിൻ സോഴ്സസ് ദാറ്റ് ഹെൽപ്പ് അസ് ടു നോ അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് ഏർലി ഹ്യൂമൻസ്? എന്താ പറഞ്ഞിരിക്കുന്നേ? ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ് ഏതാണ് മക്കളെ? ഹ്യൂമൻ ഫോസിൽസ്. നെക്സ്റ്റ്, വാട്ട് വാസ് ദ ചാൾസ് ഡാർവിൻസ് വ്യൂ ഓൺ ഹ്യൂമൻ എവല്യൂഷൻ? എന്താ പറഞ്ഞിരിക്കുന്നേ? മനുഷ്യ പരിണാമത്തെക്കുറിച്ച് ഡാർവിൻ്റെ വീക്ഷണം എന്തായിരുന്നു? ചാൾസ് ഡാർവിൻ put forward a scientific view on the origin of human beings. He stated that humans have originated through organic changes that have took place over a long period of time. He named this process as evolution. He presented the theory of human evolution in his book on the origin of species, പബ്ലിഷ്ഡ് ഇൻ 1859. എന്താ പറഞ്ഞിരിക്കുന്നേ? മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ചാൾസ് ഡാർവിനാണ്. ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ പ്രക്രിയക്ക് അദ്ദേഹം പരിണാമം എന്ന പേര് നൽകി. 1859 പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലാണ് മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചത്. അടുത്തത് ആക്ടിവിറ്റി 2. വിച്ച് കാറ്റഗറി ഡസ് ദ ഹ്യൂമൻ സ്പീഷീസ് വി ബിലോങ് ടു? എന്താ പറഞ്ഞിരിക്കുന്നേ? നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യവർഗം ഏത് വിഭാഗത്തിലാണ് മക്കളെ? ഹോമോ സാപ്പിയൻസ് അല്ലേ? അടുത്തത്, കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൻ ബിലോ റിഗാർഡിംഗ് ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഇവല്യൂഷൻ ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റത്തേല് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഇവല്യൂഷൻ, മനുഷ്യ പരിണാമത്തിൻ്റെ ഘട്ടങ്ങൾ. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾ. ഇനി ആദ്യത്തെ നോക്കാം. പ്രൈമേറ്റ്സ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്: എ കാറ്റഗറി ഓഫ് മാമൽസ്, സസ്തനികളിൽ ഒരു വിഭാഗം. അടുത്തത് ഹോമിനോയിഡ്സ്, വാക്ക്ഡ് ഓൺ 4 legs, 4 കാലിൽ നടത്തണം. അടുത്തത് ഹോമിനിഡ്സ്, വാക്ക് ഓൺ 2 legs, 2 കാലിൽ നടത്താം. അടുത്തത് ഹോമോ ഹാബിലിസ്, ടൂൾ മേക്കേഴ്സ് അല്ലേ, ഉപകരണ നിർമ്മാതാക്കൾ. അടുത്തത് ഹോമോ ഇറക്ടസ്, അപ്പ് റൈറ്റ് ഹ്യൂമൻസ്, നിവർന്നു നിൽക്കുന്ന മനുഷ്യർ. അടുത്തത് ഹോമോ സാപ്പിയൻസ്, വൈസ് തിങ്കിങ് മെൻ, ബുദ്ധിയുള്ള മനുഷ്യർ. നെക്സ്റ്റ് ആക്ടിവിറ്റി 3. വിച്ച് വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ്? മനുഷ്യർ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ് മക്കളെ? കോപ്പർ, ചെമ്പല്ലേ. അടുത്തത്, ഐഡന്റിഫൈ ദ റിവർ വാലീസ് വേർ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഡെവലപ്ഡ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. നമുക്കത് നോക്കാം. ഫസ്റ്റ് സിവിലൈസേഷൻ, സംസ്കാരം. അടുത്തത് റിവേഴ്സ്, നദികൾ. ഫസ്റ്റത്തെ മെസപ്പൊട്ടാമിയൻ. റിവേഴ്സ് ഏതാ മക്കളെ വരിക? യൂഫ്രട്ടീസും ടൈഗ്രീസും അല്ലേ. അടുത്തത് ഈജിപ്ഷ്യൻ, ഏതാ റിവേഴ്സ് വരിക? നൈൽ അല്ലേ. അടുത്തത് ഹാരപ്പൻ, ഏതാ വരിക? ഇൻഡൂസ് അല്ലേ. അടുത്തത് ചൈനീസിൻ്റെ എന്താ വരിക? ഹെയാങ് ഹോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ബ്രോൺ ഏജ് സിവിലൈസേഷൻ ഡെവലപ്പ് ഇൻ റിവർ വാലീസ്? എന്താ പറഞ്ഞിരിക്കുന്നത്? വെങ്കലയുഗ നാഗരികതകൾ നദീതടങ്ങളിൽ വികസിപ്പിച്ചത് എന്തുകൊണ്ടായിരിക്കും മക്കളെ? ഫസ്റ്റ് റിവർ വാലീസ് വെർ ഫോം ബൈ ദ അക്യുമുലേഷൻ ഓഫ് ദ ഫെർട്ടൈൽ അലുവിയൽ സോയിൽ ബ്രോട്ട് ഡൗൺ ബൈ റിവേഴ്സ്. ദീസ് ഫ്ലാറ്റ് റിവറിൻ പ്ലെയിൻസ് ആർ മോർ suitable for agriculture. Factors such as fertile soil, water, and favorable climate, all necessary for agriculture, are present in river valleys. People started agriculture in these plains and settled in communities in the river valleys to protect their crops. This is how civilization developed in river valleys. എന്താ പറഞ്ഞിരിക്കുന്നേ? നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന ഫലയിഷ്ടമായ ഏക്കൽ മണ്ണ് അടിഞ്ഞുകൂടിയാണ് വിശാലമായ നദീതടങ്ങൾ രൂപം കൊണ്ടത്.
സമതല പ്രദേശങ്ങളായ ഈ നദീതടങ്ങൾ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ്. കൃഷിക്ക് ആവശ്യമായ വളക്കൂറുള്ള മണ്ണ്, ജലം, അനുകൂലമായ കാലാവസ്ഥ എന്നീ ഘടകങ്ങൾ നദീതടങ്ങളിലുണ്ട്. ഈ സമതലങ്ങളിൽ കൃഷി ആരംഭിക്കുകയും കൃഷി സംരക്ഷിക്കുവാൻ വേണ്ടി നദീതടങ്ങളിൽ തന്നെ സമൂഹമായി ജനങ്ങൾ താമസിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നദീതടങ്ങളിൽ സംസ്കാരങ്ങൾ രൂപപ്പെട്ടത്. ഇനി അടുത്തത് ആക്ടിവിറ്റി 4. വാട്ട് ഈസ് മീൻ ബൈ പോളിസ്? പോളിസ് എന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് മക്കളെ? സിറ്റി സ്റ്റേറ്റ്സ് അല്ലേ, നഗര രാഷ്ട്രങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, there were no uniform administrative system in ancient Greece. What was the reason? എന്താ പറഞ്ഞിരിക്കുന്നത്? പുരാതന ഗ്രീസിൽ ഏകീകൃതമായ ഭരണ സംവിധാനം ഉണ്ടായിരുന്നില്ല. കാരണം എന്തായിരുന്നു മക്കളെ? Seas or high mountains separated the city-state in ancient Greece from each other. Therefore, each city-state was isolated. For this reason, there was no uniform administrative system in ancient Greece. എന്താ പറഞ്ഞിരിക്കുന്നത്? കടലുകളോ ഉയർന്ന പർവ്വതങ്ങളോ പുരാതന ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങളെ തമ്മിൽ വേർതിരിച്ചിരുന്നു. അതിനാൽ ഓരോ നഗരരാഷ്ട്രവും ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. ഈ കാരണത്താൽ ഒരു പൊതുഭരണ സംവിധാനം പുരാതന ഗ്രീസിൽ ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Athens and Sparta were the main city-states in Greece. How were these city-states different in their administrative method? എന്താ പറഞ്ഞിരിക്കുന്നത്? ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രങ്ങളാണ് ഏതൻസും സ്പാർട്ടയും. ഭരണരീതിയിൽ ഈ നഗരരാഷ്ട്രങ്ങൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? എങ്ങനെയായിരിക്കും മക്കളെ? നമുക്കത് നോക്കാം. All main citizens with the Athenian citizenship had participation in electing rulers and in law making. Women, slaves, foreigners, etc. did not have citizenship. Education embraced art and culture, and boys had 2 years of compulsory military service. എന്താ പറഞ്ഞിരിക്കുന്നത്? ഏതൻസിലെ ഭരണരീതി ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നതിലും നിയമനിർമ്മാണത്തിലും ഏതൻസിലെ പൗരത്വമുള്ള എല്ലാ പുരുഷന്മാർക്കും പങ്കാളിത്തം ഉണ്ടായിരുന്നു. സ്ത്രീകൾ, അടിമകൾ, വിദേശികൾ തുടങ്ങിയവർക്ക് പൗരത്വ പദവി ഉണ്ടായിരുന്നില്ല. കല, സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യമുള്ള വിദ്യാഭ്യാസം, ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം. അടുത്തത്, however Sparta had an aristocratic rule. The education system here prioritized traditional values and military training. 23 years of military service was compulsory for boys. എന്താ പറഞ്ഞിരിക്കുന്നത്? സ്പാർട്ടയിലെ ഭരണരീതി പ്രഭുഭരണമാണ് സ്പാർട്ടയിൽ നിലനിന്നിരുന്നത്. പരമ്പരാഗത മൂല്യങ്ങൾക്കും സൈനിക പരിശീലനത്തിനും മുൻതൂക്കമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആൺകുട്ടികൾക്ക് 23 വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റി 5. What name is the period of Mahajanapadas known in India? ഇന്ത്യൻ മഹാജനപദങ്ങളുടെ കാലഘട്ടം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ് മക്കളെ? സെക്കൻഡ് അർബനൈസേഷൻ അല്ലേ? നെക്സ്റ്റ്, അറേഞ്ച് ദ ഹിസ്റ്റോറിക്കൽ പാർട്സ് ഇൻഡിക്കേറ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് ജനപദാസ് ഇൻ ഇന്ത്യ ഇൻ ക്രോണോളജിക്കൽ ഓർഡേഴ്സ്. നമുക്കത് നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് എക്സ്പാൻഷൻ ഓഫ് ട്രേഡ് സെന്റേഴ്സ്, സ്പ്രെഡ് ഓഫ് അഗ്രികൾച്ചർ, ഡിസ്കവറി ആൻഡ് യൂസ് ഓഫ് അയൺ, സർപ്ലസ് പ്രൊഡക്ഷൻ, ജൻപദാസ്, ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ, സിറ്റീസ്. ഫസ്റ്റ് എന്താ വരും മക്കളെ? ഡിസ്കവറി ആൻഡ് യൂസ് ഓഫ് അയൺ അല്ലേ, ഇരുമ്പിന്റെ കണ്ടുപിടുത്തവും ഉപയോഗവും. അടുത്തത് സ്പ്രെഡ് ഓഫ് അഗ്രികൾച്ചർ, കൃഷിയുടെ വ്യാപനം. അടുത്തത് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ, ഉൽപാദന വർധനവ്. അടുത്തത് സർപ്ലസ് പ്രൊഡക്ഷൻ, മിച്ചോൽപാദനം. അടുത്തത് എക്സ്പാൻഷൻ ഓഫ് ട്രേഡ് സെന്റേഴ്സ്, കച്ചവട കേന്ദ്രങ്ങളുടെ വികാസം. അടുത്തത് സിറ്റീസ്, നഗരങ്ങൾ. അടുത്തത് ജൻപദാസ്, ജനപദങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ജനപദ became the dominant power among the 16 ജനപദാസ് that existed in India?
എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയിൽ നിലനിന്നിരുന്ന 16 ജനപദങ്ങളിൽ ഏത് ജനപദമാണ് പ്രബല ശക്തിയായി മാറിയത്? ഏതാണ് മക്കളെ? മഗധ. നെക്സ്റ്റ് ആക്ടിവിറ്റി 6. Which of the following statement does not relate that state information? സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടില്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ. നമുക്കത് നോക്കാം. The population required for state formation is fixed at 1 lakh. A state cannot exist without people. The population of a state can include people belonging to different regions and class. ഏതാ മക്കളെ വരിക? The population required for state information is fixed at 1 lakh. രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ 1,00,000 നിജപ്പെടുത്തിയിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്റ്റേറ്റ്? എ സ്റ്റേറ്റ് ഈസ് ദ ഹയസ്റ്റ് socio-political institution formed by the people. A state is a group of people who reside permanently in a definite territory and are governed by a sovereign government. എന്താ പറഞ്ഞിരിക്കുന്നത്? ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം. ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുകയും പരമാധികാരമുള്ള ഗവൺമെന്റോട് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് ടെറിട്ടറി ഇൻ സ്റ്റേറ്റ് ഫോർമേഷൻ? എന്താ മക്കളെ അതിൻ്റെ ആൻസർ വരിക? ഫിക്സഡ് ആൻഡ് ക്ലിയർ ടെറിട്ടോറിയൽ ബൗണ്ടറീസ് ആർ എസെൻഷ്യൽ ഫോർ സ്റ്റേറ്റ് ഫോർമേഷൻ. ഹൗവർ ദ എക്സ്റ്റെന്റ് ഓഫ് ദ ടെറിട്ടറി ഈസ് നോട്ട് ഫിക്സഡ്. The size of the territory is not a factor in state formation. The land, water, air and coastal areas of a state are included within its boundaries. എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ഥിരവും കൃത്യവുമായ അതിരുകളോട് കൂടിയ ഭൂപ്രദേശങ്ങൾ രാഷ്ട്ര രൂപീകരണത്തിന് അനിവാര്യമാണ്. എന്നാൽ ഭൂപ്രദേശത്തിന്റെ വിസ്തൃതി എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടുമില്ല. രാഷ്ട്ര രൂപീകരണത്തിൽ ഭൂപ്രദേശത്തിന്റെ വലിപ്പം ഒരു ഘടകമല്ല. ഒരു രാഷ്ട്രത്തിന്റെ കര, ജലം, വായു, തീരപ്രദേശ മേഖലകൾ എന്നിവ അതിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റി 7. Which of the following government actions is related to the sovereignty of the country? താഴെ പറയുന്നതിൽ ഏത് സർക്കാർ നടപടിയാണ് രാജ്യത്തിന്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ടത്? ട്രോളിംഗ് ബാൻ, ഫ്രീ റേഷൻ സാങ്ഷൻ ഫോർ ഫിഷർമെൻ, ഗവൺമെന്റ് ഇന്റർവെൻഷൻസ് ഇൻ ദ പബ്ലിക് മാർക്കറ്റ് ടു കൺട്രോൾ price increases in the market, government revise the school lunch menu, warfare, central government ensures safe return of students abroad. അപ്പോൾ ഏതാ മക്കളെ ഇതിൻ്റെ ആൻസർ വരിക? വാർഫിയർ അല്ലേ? സെൻട്രൽ ഗവൺമെന്റ് എസെൻഷ്യൽ സേഫ് റിട്ടേൺ ഓഫ് സ്റ്റുഡൻറ് അബ്രോഡ്. യുദ്ധഭീതി, വിദേശത്തുള്ള വിദ്യാർത്ഥികളെ സുരക്ഷിതമായി നാട്ടിലേക്ക് എത്തിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് sovereignty of a state? Sovereignty is the supreme power of a state to make decision without any external interference or pressure. Next question, what are the characteristics of sovereignty? Sovereignty is a power exclusive to the state. Making laws and taking political decisions are part of sovereignty. The state exercises and protects its sovereignty through the government. Without sovereignty, a state cannot exist. എന്താ പറഞ്ഞിരിക്കുന്നത്? പരമാധികാരം രാഷ്ട്രത്തിന് മാത്രമുള്ള അധികാരമാണ്. നിയമങ്ങൾ നിർമ്മിക്കുന്നതും രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും പരമാധികാരത്തിന്റെ ഭാഗമാണ്. രാഷ്ട്രം അതിന്റെ പരമാധികാരം വിനിയോഗിക്കുന്നതും കാത്തുസൂക്ഷിക്കുന്നതും ഗവൺമെന്റിലൂടെയാണ്. പരമാധികാരമില്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല. നെക്സ്റ്റ് ആക്ടിവിറ്റി 8. വാട്ട് ഈസ് ദ സ്പെഷ്യൽ ഷേപ്പ് ഓഫ് ദ എർത്ത് കോൾഡ്? ജിയോഡ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്?
Lines of latitude are imaginary lines drawn by connecting points that are at the same angular distance on either side of the equator. Based on the Earth's center, the 0-degree latitude line is the largest and is known as the equator. As they move away from the equator toward the poles, the circles of the latitude get smaller in size. At the poles 19 degree north and 90 degree south, the lines of the latitude end at the single point. The latitude north of the equator are called northern latitude and those to the south are called southern latitude. എന്താ പറഞ്ഞിരിക്കുന്നേ? ഭൂകേന്ദ്രം ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തും ഒരേ കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. 0-ഡിഗ്രി അക്ഷാംശ വൃത്തമാണ് ഏറ്റവും വലിപ്പമുള്ളത്. ഇതാണ് ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയിൽ നിന്ന് ഇരുവശങ്ങളിലേക്ക് പോകുന്തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നു. 90 ഡിഗ്രി വടക്ക്, 90 ഡിഗ്രി തെക്ക് എന്നീ ധ്രുവങ്ങളിൽ എത്തുമ്പോൾ അക്ഷാംശ രേഖകൾ ഓരോ ബിന്ദുക്കളിൽ അവസാനിക്കുന്നു. ഭൂമധ്യരേഖയ്ക്ക് വടക്കുള്ള അക്ഷാംശങ്ങൾ ഉത്തര അക്ഷാംശങ്ങൾ എന്നും തെക്കുള്ള അക്ഷാംശങ്ങൾ ദക്ഷിണാക്ഷാംശങ്ങൾ എന്നും അറിയപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ് ആർ കറക്റ്റ്? First, all lines of longitude are not of the same size. Next, at the poles, lines and latitude end at a single point. Next, all circles of latitude are of the same size. Next, 180-degree line of longitude is known as the international date line. അപ്പോൾ ഇതിലേതായാലും മക്കളെ കറക്റ്റ് വരുക. At the poles, lines of latitude end at a single point. 180-degree lines of longitude is known as the international date line. അപ്പോൾ ഇത്രയാണ് ഓൺ എക്സാമിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കില്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.